ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. നമ്മൾ റവ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ ആദ്യം തന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് റവ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കപ്പ് റവയിലേക്ക് 2 കപ്പ് വെള്ളം, അതല്ലെങ്കിൽ 1.25 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് തിളപ്പിക്കാനായിട്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് നമുക്കിത് ഇളക്കി വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ, അതില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയായി പോവും. അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോൾ കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇളക്കി വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഇളക്കി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആവശ്യത്തിന് തേങ്ങ എടുക്കുക. നമ്മൾ റവ എടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള തേങ്ങ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ഇത് ചൂടാറിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കണം. അത്യാവശ്യം വലിപ്പമുള്ള ഇത്രയും വലിപ്പത്തിൽ ഉരുളകളാക്കിയെടുക്കുക. അപ്പോൾ അതാ ഞാൻ എല്ലാതും ഇതുപോലെ ഒന്ന് ഉരുളകളാക്കി അത്യാവശ്യം വലിപ്പമുള്ള ഉരുളകൾ തന്നെ ആക്കിയെടുക്കുക. ഈ ഒരു രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഒന്ന് കൈ വെച്ചിട്ട് 2 കൈയും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ അതാ ഇത് ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ഫില്ലിങ് ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് 2 ഭാഗവും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ പൂവടയൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ്സാക്കിയിട്ട് ഒട്ടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ദാ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്കിതിലേക്ക് ഓരോന്നും ഇതുപോലെ ചേർത്തിട്ട് ചുട്ടെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കരുത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതാ ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ആയി വന്നാൽ മറു സൈഡിലേക്ക് ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നമുക്കിത് ഇതുപോലെ പൊരിച്ചെടുക്കാം. ഒട്ടും എണ്ണ കുടിക്കാത്തൊരു പലഹാരമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതാ ഞാനിതാ 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റി വെക്കാം. അപ്പോൾ അതാ ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും.
അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. റവയും തേങ്ങയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി സ്നാക്സാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്